കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതായ വേദഭാഗത്തെ തുടർന്നുള്ള ഒന്ന് രണ്ട് വാക്കുകൾ കൂടെയാണ് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എത്ര പേര് ഓർക്കുന്നു? കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതായ വേദഭാഗം. How many of you remember the words that I have mentioned we meditated last Sunday? Can anybody? നമ്മുടെ മെമ്മറി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. ഓർക്കുന്നവരുണ്ടോ? Don't belabor it too much. It's 1 Peter 2:9. Amen. Amen. 1 Peter. Hey, I got the price. 1 Peter chapter 2 verse 9. Let's read that again. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. But you are a chosen people, royal priesthood, a holy nation, a people belonging to God, that you may declare the praises of him who called you out of darkness into wonderful light. അതിന്റെ പ്രാരംഭ ഭാഗങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. നാം വിശുദ്ധ വംശമാണ്, സ്വന്തം കഴിഞ്ഞ ആഴ്ച വായിച്ച ആ പ്രാരംഭ ഭാഗത്തിൽ നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. Last week we meditated on the two phrases in that verse 9. One is that we are a chosen people. Number 2, we are royal priesthood. ഇന്ന് പകൽ എനിക്ക് അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ടുള്ളത് we are a holy nation. നാം ഒരു വിശുദ്ധ വംശമാണ്. Yes. നമ്മെക്കുറിച്ച് ലോകം എന്തു പറയുന്നു എന്നുള്ളതല്ല, പിശാച് എന്തു പറയുന്നു എന്നുള്ളതുമല്ല, പിശാച് ബാധിച്ച ചില പ്രവാചകന്മാർ, ഫോൾസ് പ്രവാചകന്മാരെന്തു പറയുന്നതുമല്ല നമ്മുടെ ഐഡന്റിറ്റി. Our identity is not what the world say, what Satan say, or what the so-called false prophets say. That's not our identity. ദൈവം എന്ത് നമ്മെക്കുറിച്ച് പറയുന്നു, അതാ നമ്മുടെ ഐഡന്റിറ്റി. Our identity is what God says about us. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു യോഹന്നാൻ 3:1 കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. We read last week 1 John chapter 3 verse 1 down, we say, behold what manner of the love the Father has given to us to be called the children of God. നാം ദൈവമക്കളാണ്. We are the children of God. ലോകം നമ്മെ എന്തും വിളിച്ചുകൊള്ളട്ടെ, എല്ലാം ഒന്നും നല്ലതായിരിക്കത്തില്ല, നല്ലതോ തീയതോ എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നുമല്ല നമ്മുടെ ഐഡന്റിറ്റി. No matter what others say things about us, but that's not part of our identity. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിന്റെ മുമ്പിലത്തെ ദിവസം ഞാൻ ഓർപ്പിച്ച ഒരു വേദഭാഗത്ത് ആവർത്തനം 33:1 ദൈവം മോശയെ വിളിച്ച ഒരു പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. In our meditation, we also remembered about Deuteronomy chapter 3:33, the verse 1. There is a phrase that God used regarding Moses. Moses, man of God, ദൈവ പുരുഷനായ മോശ. God calls Moses a man of God. ദാനിയേലിനെ കുറിച്ചും ദൈവം പറഞ്ഞ വാക്ക് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ എന്നാ ദൈവം വിളിച്ചത്. And addressing Daniel, God called him the most beloved person. ഇവരെ രണ്ടുപേരെയും മറ്റു പല പേരും ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, ലോകക്കാർ വിളിച്ചിട്ടുണ്ട്, എന്നാൽ സ്വർഗം വിളിച്ചതാ പ്രധാനം. They were called by many names by people around them, but what God called them is the most significant thing. ഏറ്റവും പ്രിയ പുരുഷരാ നാം. We are beloved to the Lord. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ജഡ്ജസ് ചാപ്റ്റർ 6 ഗിദെയോനെ ദൈവം വിളിക്കുന്ന ഒരു സംബോധനയുണ്ട്. In Judges chapter 6, God is addressing this man Gideon. He come down and talk to him. Judges 6:12 അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. And God is calling him a man of great valor. God is with you. പരാക്രമം ഒന്നും കാണിച്ചപ്പോഴല്ല ദൈവം വിളിച്ചത്. God did not call him that name because he was doing something special or wonderful. ഒരു വലിയ വാരിയറായി യുദ്ധം ജയിച്ചു വന്നപ്പോഴൊന്നുമല്ല ദൈവം അവനെ പരാക്രമശാലി എന്ന് വിളിച്ചത്. God did not address him as this great soldier, great warrior after he coming defeating his enemy or anything. ശത്രുവിനെ ഭയന്ന്
മെതിച്ചെടുത്ത കൊയ്തെടുത്തതായ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന്റെ മറവിലിരുന്ന് മെതിക്കുമ്പോഴാ ദൈവാത്മാവ് വിളിക്കുന്നത് തന്നെ നീ ഒരു പരാക്രമശാലിയാണ്. But this man hiding behind a wine press, trying to gather all his grains that they would not be taken away by their oppressor Midianites, and he's kind of scared and he's hiding there, but God calls him a man of valor. ഹൈഡ് ചെയ്ത് മറ്റാരും കാണാതെ ശത്രുവിനെ ഭയന്ന് ആയിരിക്കുന്ന ഗിദെയോനെ നോക്കിയിട്ട് നമ്മൾ എന്തായിരിക്കും വിളിക്കുന്നത്? If we give a name to Gideon, this man who is scared and hiding away, what would we call him? അല്ലയോ ഭീരുവായ ഗിദെയോൻ എന്നായിരിക്കും നാം We വിളിക്കുന്നത്. might say, man, you are such a scaredy cat. അതല്ല അവന്റെ ഐഡന്റിറ്റി. But that's not his identity. ദൈവം വിളിച്ചത് അവന്റെ ഐഡന്റിറ്റി. What God addressed him, what God called him, that's his identity. ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും നോക്കി ലോകക്കാർ പലതും വിളിക്കുന്നുണ്ടായിരിക്കാം, പലതും പറയുന്നുണ്ടായിരിക്കാം. അതൊന്നുമല്ല നമ്മുടെ ഐഡന്റിറ്റി. ദൈവം എന്നെയും നിങ്ങളെയും നോക്കി എന്തു പറയും, അതാണ് നമ്മുടെ ഐഡന്റിറ്റി. It's not what the world says, what they say about us, but what God sees in us and what God says about us. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നീ ആരായിരിക്കുന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. God doesn't care where you are and who you are right now. നീ ആരായി തീരുവാൻ പോകുന്നു, നിന്നിലുള്ള കഴിവുകള്, അതാ ദൈവം ഇന്ന് പകൽ നോക്കുന്നത്. God is looking at your potential and what you're going to become, and that's what God is addressing you. ഇന്ന് പകൽ എന്നിലും നിങ്ങളിലും വലിയ സാധ്യത ദൈവം കണ്ടുകൊണ്ട് ദൈവം വിളിക്കുക, നീ ഒരു പരാക്രമശാലിയാ. God is looking at all the possibilities that is in you and me, and He's calling us people of great courage and valor. നാം ദൈവിക തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത്. We're talking about the election, God electing us. നമ്മുടെ യോഗ്യതയുടെ വെളിച്ചത്തിൽ ഒന്നുമല്ല ദൈവം നമ്മെ He തെരഞ്ഞെടുത്തത്. did not elect us based on our worthiness. അവന്റെ ദയയും അവന്റെ കരുണയും ഒന്നു മാത്രമാ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത്. It's only His grace and His compassion to us that He called us. ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിളിക്കത്തില്ല, ഒരു ഉദ്ദേശത്തോടു കൂടെയാ വിളിച്ചത്. God just don't call us out for nothing. He calls us out with a purpose. ഒരു ഉദ്ദേശവുമില്ലാതെ ആരും ചൂസ് ചെയ്യത്തില്ല. Nobody is chosen without any reason. എന്നെ നിങ്ങളെയും ഒക്കെ ഓരോ കമ്പനിക്കാർ ചൂസ് ചെയ്യുമ്പം, സെലക്ട് ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു ജോബ് അസൈൻ ചെയ്യുമ്പോൾ അതിന് പിന്നെ ഒരു ഉദ്ദേശമുണ്ട്. And when a company is looking at your credential and looking at who you are and what you are, when they hire you, they have a reason behind that election. ഒരു സഭയിൽ ഒരു പാസ്റ്ററെ അസൈൻ ചെയ്യുമ്പോൾ, ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉദ്ദേശമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. When a pastor is chosen, the church has a purpose for his mission and ministry. അതുപോലെ ദൈവം എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു ഉദ്ദേശത്തോടു കൂടെയാ When തെരഞ്ഞെടുത്തത്. God called you and me and chose you and me, God have a purpose. എന്താ അത്? What is that purpose? 1 പത്രോസ് 1-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. In chapter 1 of 1 Peter give a list of things. 14-ാം വാക്യം ഒന്ന് നോക്കിയോ. 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. Verse 14, as obedient children. എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുക. As obedient children, did not conform to the evil desires you had when you lived in ignorance, but just as He called you who is holy, so be holy in all you do. And God is calling us for a holy living. പണ്ട് ജീവിച്ചതുപോലെ ജീവിക്കാനല്ല. God is not calling us to live a life that we lived in the past. പണ്ട് അടിമപ്പെട്ടിരുന്ന പലരും വീണ്ടും അടിമപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടി അല്ല ദൈവം നമ്മെ God വിളിച്ചത്. did not call us to live in enslavement of our past habits and lifestyles. 15-ാം വാക്യത്തിൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം. And we should be walking in holiness in all walks of our life, because who called us is holy. Because He called us is holy. നമ്മെ വിളിച്ച ദൈവം വിശുദ്ധനായ ദൈവമാണ് നമ്മെ വിളിച്ചത്. It's a holy God who called us. നമുക്കറിയാം പല ജാതീയ ദൈവങ്ങളും ഇരുട്ടിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവങ്ങളാണ്. There are so many Gentile gods who prefer darkness.
rather than living in the light. ആ ദൈവങ്ങൾ മിക്കവാറും ഒക്കെ അശുദ്ധിയിലാണ് വസിക്കുന്നതും അശുദ്ധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. And they do so because they love the uncleanness, the filthiness of the whatever they are surrounded by, and they love it. ജാതീയ ദൈവങ്ങളൊന്നും വിശുദ്ധ ജീവിതമല്ല ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തെ വിളിക്കുന്നവരും ആരാധിക്കുന്നവരും ഒന്നും വിശുദ്ധരായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. Gods of Gentiles do not require their people to be holy. They could live any way they want. അവർ അശുദ്ധിയിൽ വസിക്കാനും രസിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നവരാ. അവരുടെ ദൈവങ്ങളും അത് ആഗ്രഹിക്കുന്നു, അവരെ സേവിക്കുന്നവരും അത് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മെ ദൈവം വിളിച്ചത് ഒരു വിശുദ്ധനായ ദൈവമാണ്. നാം വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And people of the world, they want to engage in the things of the darkness, and their gods allow them to do so, but one who called us is holy, and he wants us to live a holy living. വിശുദ്ധരായിരിക്കുക. വിശുദ്ധി എന്ന പദം ഹാഗിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉളവായതാ. Holiness or sanctification is the word hagios, come from the word hagios. Holy, sacred എന്നൊക്കെ അതിൻ്റെ അർത്ഥം. Yes. മാത്രമല്ല ദൈവത്തിനു വേണ്ടി വേർതിരിയുമ്പോൾ ഒരു വ്യക്തി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് കഴിയുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന ഓമന പേരാ വിശുദ്ധൻ എന്ന പേര്. And a person who come to know Christ and confess their sins and become a child of God, then God gives them a name, and that's a name that you are a saint. ഹോളി എന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. ഡിഫറൻ്റ് എന്ന അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കണമെന്ന്, ലോകക്കാരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണമെന്ന് ആ വാക്ക് നമ്മെ ഓർപ്പിക്കുക. And the word also have another meaning, that we are different, and then God wants us to be different from the people of the world. നമുക്കറിയാം മരണശേഷം വിശുദ്ധരായപ്പെട്ട പല വിശുദ്ധരെയും നമുക്കറിയാം. We know the world religions declare people who are dead as saints. വിശുദ്ധരാകേണ്ടത് മരണശേഷമല്ല, വിശുദ്ധരാകേണ്ടത് ഇപ്പോഴാ, ജീവനോടെ ഇരിക്കുമ്പോൾ. You don't want to be declared a saint after you die, but you got to live a holy life, and God will call you a saint. നാം നമ്മെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം വിശുദ്ധരായി ജീവിക്കുവാൻ. We need to consecrate our life to live a holy life. നമ്മുടെ വിളിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഉന്നതമായ വിളിയെന്ന. And Bible says that our calling is a high calling. നമ്മുടെ വിളിയെക്കുറിച്ച് പറയുന്നത് സ്വർഗീയ വിളിയെന്ന. Our calling is a heavenly calling. അങ്ങനെയാണെങ്കിൽ ഉന്നതമായതും സ്വർഗീയതുമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാ ദൈവം നമ്മെ ഇവിടെ വിളിച്ചത്. If our calling is high and heavenly, God wants us to live a heavenly type lifestyle here. യോബിന്റെ ജീവിതത്തെ കണ്ടിട്ട് എലീഫസ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഭക്തി നിന്റെ ആശ്രയമല്ലയോ. And Eliphaz, one of the friends of Job, when he came to console him, he was saying, is not the piety of your life, that is not your trust, and that is that what you depend on. നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ. ജോബ് 4:6. Isn't the purity of your walk, the purity of your life is the purity of your walk in your life. ഇന്ന് രാവിലെ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മെ ആരാ വിളിച്ചത്. We need to know who is calling us. വിശുദ്ധനായ ഒരു ദൈവമാണ്. A holy God is calling us. എന്തിനാ നമ്മെ വിളിച്ചത്? Why he called us? എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കുവാൻ. To be holy in all walks of our lives. ഞായറാഴ്ച വിശുദ്ധന്മാർ ഒത്തിരി പേരുണ്ട്. There are so many Sunday saints. അല്ല, എല്ലാ ദിവസവും എല്ലാറ്റിലും വിശുദ്ധരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. God desires that we be holy. We living in that holy living, not only on Sundays but all days and all times of our life. എത്ര ദിവസമാ വിശുദ്ധരായിരിക്കേണ്ടത്? എന്നുവരെയാ വിശുദ്ധരായിരിക്കേണ്ടത്? How long he had to be holy? മരണപര്യന്തം വിശുദ്ധരും വിശ്വസ്തരുമായി. We need to be faithful and holy until our death. അതുകൊണ്ടാണ് നാം സ്നാന സമയത്ത് നമ്മൾ വിളിച്ചു പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. At the time of baptism we make this profession that be faithful unto death, then you will receive the crown of life. ദൈവമക്കളെ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് പേര് വഴിയാത്രയില് വഴിമധ്യത്തില് വിശുദ്ധി നഷ്ടപ്പെടുത്തി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. There is a multitude of people who set out to have a holy living, but they lost their way and moved into the world, into the unholy ways of life. ആരോ പറഞ്ഞു, സ്വർഗ കവാടത്തിൽ എത്തുന്നതിന് തൊട്ടു മുമ്പും
നരകത്തിലേക്ക് പോകുന്ന ഒരു കവാടമുണ്ടെന്ന്. And then there is somebody who said that there is until you reach, before you reach heaven, the doors of hell is always open for us. അതിനർത്ഥം ലാസ്റ്റ് മിനിറ്റിൽ ലാസ്റ്റ് ശ്വാസം എടുക്കുന്നതിന് മുമ്പും വീഴു പോകാൻ, തെറ്റിപ്പോകാൻ, മലിനപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ലോകമാണെന്ന് അത് നമ്മെ What ഓർപ്പിക്കുന്നു. that says is we are living in a world that could derail our journey toward the heaven, and devil could just distract us and take us away from devotion to the Lord. ജീവിതത്തെ വളരെ കരുതലോടെ സൂക്ഷിച്ചില്ലെങ്കിൽ, ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ചില്ലെങ്കിൽ വീണു പോകുവാൻ, മലിനപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കും. You and I live in a period of time where we could living in unholiness. We are living in that place of life. ആയുഷ്കാലം മുഴുവൻ ദൈവസന്നിധിയിൽ വിശുദ്ധി പാലിക്കണം. Oh, continue to remain faithful and holy unto the Lord until the days of your life. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 74-ാമത്തെ വാക്യത്തിൽ സഖരിയ പ്രവാചകൻ പ്രവചിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. നാം ആയുഷ്കാലം ഒക്കെയും ഭയം കൂടാതെ തിരുസന്നിധിയിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. And in Luke chapter 1 verse 74, the priest Zechariah says that you are called to serve the Lord in holiness and in righteousness and in worship until all the days of your life. എല്ലാ നടപ്പിലും വിശുദ്ധരായി ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. Not easy to live in holiness in all walks of ഈ our ഒരു life. കാലഘട്ടത്തിൽ അതൊരു വളരെ കഠിന പ്രയത്നം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. In this time and that we live, it's a major challenge for believers. പണിതെടുക്കുവാൻ ഒത്തിരി സമയമെടുക്കും. ജീവിതത്തിന്റെ അന്ത്യം വരെ പണിതെങ്കിലേ നമുക്ക് അത് പൂർത്തിയായെന്ന് പറയാൻ കഴിയത്തുള്ളൂ. We need to continue to build our lives until the end of our life. Then only we can say the work is completed. ഇടിച്ചു കളയാൻ ഒരു നിമിഷം മതി. But to break it down, to bring it down, it just take a moment. 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് 1 പത്രോസ് 1-ന്റെ 13-ാമത്തെ വാക്യത്തിൽ ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് എന്ത് ചെയ്യണം? നാം വിശുദ്ധ ജീവിതം ചെയ്യുവാൻ മനസ്സുറപ്പിക്കണം. You need to prepare your minds for action. ആത്മീയ പോരാട്ടം മനസ്സിലാ തുടങ്ങുന്നത്. And the warfare of our spiritual life begins in our hearts. നമ്മുടെ മനസ്സിൽ നാം മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം. ഞാനൊരു വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധ ജീവിതം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ വിശുദ്ധിയിൽ എന്നെ തന്നെ സൂക്ഷിക്കുമെന്നുള്ളതായ ആ മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്യണം. We need to have a mindset that says that I will strive to live in holiness because I'm called to be holy. കൊലോസ്യ ലേഖനം 3:2 ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. In Colossians chapter 3 we read that we should seek that which is in heaven. 13-ാമത്തെ വാക്യത്തിൽ തന്നെ കർത്താവിന്റെ വരവിൽ നാം പൂർണ്ണ പ്രത്യാശ വയ്ക്കണം. We should be trust and set our hope in the coming of our Lord Jesus Christ. ആ 13-ാം വാക്യം ഒന്നുകൂടെ നോക്കിയേ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഫിക്സ് യുവർ ഹോപ്പ് കംപ്ലീറ്റ്ലി ഓൺ ജീസസ്. ആൻഡ് അതുപോലെ കർത്താവിൻ്റെ വരവിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കണം. ആ വാക്കുകളെല്ലാം ആ 13-ാമത്തെ ആ വാക്യത്തിലുണ്ട്. 103-ാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ വരവിൽ നാം പൂർണ്ണ പ്രത്യാശ വയ്ക്കണം. നമ്മുടെ ലക്ഷ്യം കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. അതിന് തടസ്സമായിരിക്കുന്നതിനോടൊക്കെ നാം അകലം പാലിക്കണമെന്ന് ആ ഭാഗം നമ്മെ ഓർപ്പിക്കുക. And we are reminded that we should stay focused in our desire to live a holy life and stay away from anything that defile us. എന്തുകൊണ്ട് നാം വിശുദ്ധരായിരിക്കണം? Why should we be holy? ഒന്ന്, നമ്മുടെ ദൈവം വിശുദ്ധനായതുകൊണ്ട്. Because God is holy. മറ്റൊന്ന്, നാം പറന്നു പോകുവാനുള്ളവരാ, ഇവിടുത്തുകാരല്ല, അക്കരക്കാരാണ്. കർത്താവിൻ്റെ സ്വഭാവത്തിന് നാം അനുരൂപരായി തീരേണ്ടതായിട്ടുണ്ട്. We need to be conformed to the nature of Christ. 110-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ നാം വിശുദ്ധ വസ്ത്രം ധരിക്കേണ്ടതായിട്ടുണ്ട്. And we should be wearing the garment of holiness to be taken up in the coming of the Lord. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ നിനക്ക് വരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. We read that the dew of the morning just come as young.
പ്രിയൻ വരുമ്പോൾ പറന്നു പോകണമെങ്കിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം. But for to be taken up when the Lord comes, we should live a holy life. അത് മാത്രമല്ല, അവിടെ ചെന്ന് നമ്മൾ കാണാൻ പോകും നമ്മുടെ കർത്താവിനെ കാണണം. നമുക്ക് കർത്താവിനെ കാണണമെങ്കിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം. To see the Lord face to face, we should be holy. എബ്രായ ലേഖനം 12:14 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്ക. അടുത്ത വാക്കെന്താ? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. Hebrew 12:14 we read follows, peace with all men and holiness without which no man shall see the Lord. സ്വർഗ്ഗത്തിൽ പോകാൻ വിശുദ്ധ വസ്ത്രം വേണം. To go to heaven, you need to wear the garment of holiness. സ്വർഗ്ഗത്തിലെ ദൈവത്തെ, വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ നാം കാണണമെങ്കിൽ നാം വിശുദ്ധരായിരിക്കണം. We should be holy so that we'll behold the beauty of the Lord in heaven. ആരും കർത്താവിനെ കാണത്തില്ല വിശുദ്ധരല്ലെങ്കിൽ എന്ന്. If you are unholy, we will not see God. ആ പദപ്രയോഗം നോക്കിക്കേ, ശുദ്ധീകരണം കൂടാതെ ആരും. അത് പാസ്റ്റർ ആയാലും സെൻട്രൽ പാസ്റ്റർ ആയാലും ഓവർസിയർ ആയാലും സാധാരണ വിശ്വാസി ആയാലും ആരും വിശുദ്ധ ജീവിതം കൂടാതെ കർത്താവിനെ കാണുകയില്ലെന്ന്. Without a holy living, no matter who you are, you will not see God without holiness. യേശു കർത്താവ് ഒരിക്കൽ യേശുവിനോട് പത്രോസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതിനു മുമ്പായിട്ട് വെളിപ്പാട് പുസ്തകം 3:5 വാക്യത്തിൽ അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും. And in Hebrew Revelation 3, we see that those who overcome will wear the white garment and they will walk with me. ജയിക്കുന്നവന്, the overcomer will walk with the Lord. രക്ഷിക്കപ്പെട്ടെന്നുള്ളത് ശരിയാ. It is true that you got saved. സ്നാനപ്പെട്ടു എന്നുള്ളതും It ശരിയാ. is true that you got baptized. രണ്ടു വാക്ക് അന്യഭാഷ പറഞ്ഞു എന്നുള്ളതും ശരിയാ. You may have said a few words of speaking in tongues too. എന്നാൽ നാം ഇവിടെ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അവിടെ നാം അവനോടൊപ്പം നടക്കാൻ പോകുന്നത്. And our walk with the Lord in the heavenlies will depend on how we walk with the Lord in this place where we are. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. They will walk with me wearing the white because they are worthy. ഇവിടെ നാം പാപത്തിന്റെ മേൽ ജയമെടുത്ത്, പിശാചിന്റെ മേൽ ജയമെടുത്ത്, ജഡത്തിന്റെ മേൽ ജയമെടുത്ത് ജയാളിയായി ജീവിക്കുമ്പോഴാണ് നമുക്ക് അവനോടൊപ്പം ജയാളിയായി അവനോടൊപ്പം നടക്കുവാൻ കഴിയുന്നത്. Only when we take victory over sin and in our flesh and against the world, then only we can walk a victorious walk with the Lord. ഇവിടെ ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ 70, 80, 100 ഈ ഒരു ആയുഷ്കാലത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അനുസരിച്ചാണ് നിത്യത ദൈവം ഒരുക്കുന്നത്. Our eternity is depending on, based on how we spend the limited time, 60, 70, 80 years that God gave on this face of this earth. ആമോസിന്റെ ലേഖനം 3, ആമോസിന്റെ പ്രവചനം 3:3 പ്രവാചകൻ ചോദിക്കുന്ന രണ്ടുപേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒന്നിച്ച് നടക്കുവാനായിട്ട് കഴിയും? In Amos 3:5 we read that if only two people agree to walk together, how can we go? നമ്മെ വിളിച്ച ദൈവം വിശുദ്ധനാകൊണ്ട് അവനോടൊപ്പം നടക്കണമെങ്കിൽ ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണം. And since the God who called me is holy, to walk with him I need to live in holiness. ക്രിസ്തീയ ജീവിതം ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉള്ള ജീവിതമാണ്. Christian life is a life of order and method. എങ്ങനെയും ജീവിക്കുന്ന മാർഗമല്ല ക്രിസ്തീയ മാർഗം. You cannot be a Christian and live any way you like it or whatever you want to do. നമ്മുടെ മനസ്സിനെ പുതുക്കി നാം രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. We need to renew our mind. നമ്മുടെ ചിന്തകളെ വിവേചിക്കേണ്ടതായിട്ടുണ്ട്. We need to discern our thoughts. ക്രിസ്തുവിൽ പൂർണ്ണ പ്രത്യാശ We need വയ്ക്കേണ്ടതായിട്ടുണ്ട്. to put our hope in the Lord. Trust in the ദൈവവചനത്തോട് Lord. പറ്റിയിരിക്കേണ്ടതായിട്ടുണ്ട്. We need to cleave to God's word. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ Then only we കഴിയത്തുള്ളൂ. can live a victorious Christian life by the help of the Holy Spirit. ഒന്ന് രണ്ട് കാര്യങ്ങൾ സമ്മറൈസ്ഡ് ആയിട്ട് പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? Why did he call us? എല്ലാ നടപ്പിലും To വിശുദ്ധരായിരിക്കുവാൻ. walk holy in all walks of our lives. 1 പത്രോസ് 3:9 വാക്യത്തിൽ നാം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. We need to be blessing others because we are called to be blessed.
അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടത്. We are called to receive God's blessings. അനുഗ്രഹം കാണാൻ മാത്രമല്ല അനുഭവിക്കാൻ കൂടി ആ ദൈവം വിളിച്ചിരിക്കുന്നു. Not only God called us to see the blessing, but to experience God's blessing in our life. എല്ലാ അനുഗ്രഹവും ഉണ്ടെങ്കിലും അനുഭവിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. There are so many people who see blessings all around them, but they don't experience it. അത്രയും പ്രശ്നം ഇവിടെ അമേരിക്കയിലില്ല, ഇന്ത്യയിലും മറ്റു പല ഭാഗങ്ങളിലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊന്നും എല്ലാം സേവ് ചെയ്ത് വെക്കും, തലയണക്കീഴിലും കട്ടും മെത്തക്കീഴിലും ഒക്കെ പൊതിഞ്ഞു വെക്കും, പക്ഷെ അവർ കഴിക്കുന്നില്ല. There are so many people who treasure up their wealth and money, but they never, in their lifetime, they never get to enjoy it. അവർ പറയുന്നത് മക്കൾക്ക് വേണ്ടി സേവ് ചെയ്യുവാണ്. And they will say, we are saving for our children. എന്തൊക്കെ ഒത്തും മെച്ചമൊന്നുമല്ല. ഞാൻ കണ്ടിട്ടുണ്ട് സ്വോത്രകാഴ്ച പാത്രം വരുമ്പം ഒന്ന് രണ്ട് പേരും ബൈബിൾ മടക്കി വെക്കുന്നത് ഞാൻ കണ്ടു. കാരണം $1 ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട്. And പറയാം, നമ്മൾ അനുഭവിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മാത്രം മക്കൾക്ക് കരുതി വെച്ചാൽ മതി കേട്ടോ. my word to the wise is, enjoy and experience what God has given, and whatever is left over, then leave it to the children. അതിൽ കൂടുതലൊന്നും നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. And I don't think our children want everything we have. അധ്വാനിച്ചുണ്ടാക്കുന്നത് നമ്മൾ ഭക്ഷിക്കണം, ബലപ്പെടണം, നല്ല ആഹാരം കഴിക്കണം, നല്ല റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷിക്കണം, ബലപ്പെടണം. കഴിയുന്നിടത്തോളം, കഴിയുമെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ പോയി ചാർജ് ചെയ്ത് ഇൻട്രസ്റ്റ് കൊടുത്ത് ചെയ്യരുത്. കഴിയുമെങ്കിൽ നിങ്ങൾ നല്ല ആഹാരം കഴിച്ച് നല്ല വീട്ടിൽ പാർത്ത് നല്ല കാർ വാങ്ങി നന്നായി ജീവിക്കണം. അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചത്. God is calling us to receive God's blessing. അതുകൊണ്ട് ലാവിഷായിട്ടെല്ലാം സ്പെൻഡ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കണം, അനുഗ്രഹം അനുഭവിക്കണം. നമുക്ക് ആവശ്യമുള്ളത് ഭക്ഷിക്കാനും അതിനുവേണ്ടി ദൈവം തന്നിരിക്കുന്ന നന്മകൾ നാം അനുഭവിക്കണം. അത് You should experience the goodness that God has given in our life. നാം അനുഭവിക്കുന്നതോടൊപ്പം നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുടുംബാംഗങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലെങ്കിൽ അവരെ കൂടെ നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. And also God is saying that you need to bless others with the blessing that God has given us. ചിലർ ചിന്തിക്കുന്ന അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും വെച്ചിരിക്കുന്നത്. അല്ല, ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലിന് അനുഗ്രഹം ഇവിടെ തന്നെ ദൈവം വെച്ചിട്ടുണ്ട്. Some people think they get all the good things only in heaven, but God is making provisions for us on this face of the earth. അവിടെയും ഇവിടെയും അനുഗ്രഹം അനുഭവിക്കുവാൻ ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. You and I are called to receive and experience God's blessing not only in eternity but also on this face of this earth. അനുഗ്രഹം എന്ന് കേൾക്കുമ്പം എല്ലാവരും ചിന്തിക്കുന്നത് പുതിയ കാറും പുതിയ വീടും അതുപോലൊക്കെയുള്ള ഭൗതിക മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്. When we talk about blessing, people are reminded of all the things, possessions, material things. അതെല്ലാം അനുഗ്രഹമാണ്. That's all good things. അത് മാത്രമല്ല But അനുഗ്രഹം. that's not the only thing. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. God has blessed അതായ us with ഏറ്റവും വിലപ്പെട്ട all the അനുഗ്രഹം. blessing in heavenly places. സ്വർഗീയ സന്തോഷം, സ്വർഗീയ സമാധാനം, സ്വർഗീയ പ്രത്യാശ, അങ്ങനെ ഒരു ദൈവ പൈതൽ ഒരു സമാധാന ജീവിതം നയിക്കുമ്പോൾ അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. And enjoying the blessings of heavenly blessings, the joy of the Lord and the peace that passeth understanding, all that are the blessings of God. മറ്റ് ഈ ഭൂമിയിൽ എല്ലാമുള്ള സുഖ സൗകര്യങ്ങളുള്ള ലക്ഷറീസ് ആയിട്ട് എല്ലാമുള്ള സെലിബ്രിറ്റീസ് പോലും എത്രയോ പെട്ടെന്ന് കയറെടുത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒന്നും ഇല്ലാഞ്ഞല്ല, അവർക്ക് സമാധാനമില്ല. So many people in this world, very famous and rich and famous, but they take their own lives because they have no peace. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ സമാധാനം ദൈവം തന്നിട്ടുണ്ട്. God has given us peace that passeth all നമുക്കൊരു വലിയ understanding. പ്രത്യാശ ദൈവം God തന്നിട്ടുണ്ട്. has given us a great hope. സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കുന്നു, ഒരു നിത്യത നമുക്ക് വേണ്ടി ഉണ്ട്. നാം അവനോടൊപ്പം വാസം ചെയ്യാനുള്ളവരാണെന്നുള്ള ആ ഒരു വലിയ പ്രത്യാശയോട് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്നത് വാസ്തവമായും പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് മാത്രമാണ്. Only the children of God with hope of eternity can live a life that is pleasing and experiencing the blessings and peace and joy of the Lord. ഒരിക്കൽ പത്രോസ് ചോദിച്ചു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. Once Peter asked the Lord the question, we left everything we had and followed you, what we are going to get? മത്തായി 19:27 മുതലുള്ള വാക്യങ്ങളിലാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. കർത്താവ് ആദ്യം മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്നല്ല. അടുത്ത വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് പുനർജനനത്തിൽ. നിങ്ങൾ വായിക്കാമോ അത്?
നോക്കൂ, ആദ്യം അവർ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പത്രോസിന് മനസ്സിൽ കണ്ടത് സ്ഥലവും പ്രോപ്പർട്ടിയും ബിസിനസ്സും ഒക്കെ ആയിരിക്കും. ഈ ഭൂമിയിൽ വെച്ചുള്ള അനുഗ്രഹങ്ങൾ എന്തോ ഞങ്ങൾക്കുള്ളതെന്ന് ചോദിച്ചതായിരിക്കാം ഒരു പക്ഷേ. ദൈവം പറഞ്ഞത് അതൊന്നുമല്ല, അതിലൊക്കെ പ്രധാനമായിട്ടുണ്ട് നിങ്ങൾ എന്നോടൊപ്പം വാഴാൻ പോകുന്നവരാ. Peter might have other intentions when he asked the question, but God says that you're going to reign with me. എന്നാൽ അതോടൊപ്പം അടുത്ത വാക്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ നാമനിമിത്തം എന്തെങ്കിലും ഈ ഭൂമിയിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ ദൈവം തരും. And in the next phrase, Jesus told Peter that if you suffered loss in this earth, he will return that to you 100-fold. ക്രിസ്തു നിമിത്തം എന്തോ സേവ് ചെയ്തിട്ടുണ്ടെന്നല്ല ചോദിച്ചത്, ക്രിസ്തു നിമിത്തം എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്നാ ചോദ്യം. The question is not how much you saved because of Christ, but how much you ക്രിസ്തുവിന്റെ lost. പേരിൽ ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്. There are many people who save lots of money in the name of Jesus. അതല്ല, ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? Have you lost anything for the cause of Christ? എങ്കിൽ ദൈവം ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങ് പ്രതിഫലം തന്ന് മാനിക്കുന്ന ദൈവമാണ്. He will honor us by returning whatever we lost 100-fold, and he will honor us. ഇവിടെയെല്ലാം അനുഭവിക്കുവാൻ അല്ലെങ്കിൽ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞപ്പോൾ ദൈവമക്കളെ ചിന്തിക്കരുത് ഈ ഭൂമിയിലെല്ലാം പട്ടുമെത്തയായിരിക്കുമെന്ന്. And when we read that we are called to receive blessing, do not think life on earth could be smooth. ക്രിസ്തുവിനെ സേവിക്കാൻ ഇറങ്ങിയാൽ പിന്നെ ഒരു പനി പോലും വരത്തില്ലെന്ന് പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. There are people who teach that once you are a believer, no sickness or no harm will come to you. എന്നാൽ നമ്മെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാൻ മാത്രമല്ല. രണ്ടാമത്തെ 1 പത്രോസ് 2:20-21 വാക്യങ്ങളിൽ കഷ്ടം അനുഭവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. Not only to receive the goodness, but also he is calling us to suffer for വാക്യം Christ. ഒന്ന് വായിക്കാമോ? 20-21 Chapter 2 verse 20 and 21. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്തിനാ വിളിച്ചിരിക്കുന്നത്? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ. But if you suffer for doing good, you endure it, and this is commendable for God. And to this you are called, because Christ suffered for you. ഇത് ക്രിസ്തുവിന്റെ മാർഗമാ, ക്രൂശിന്റെ മാർഗമാ. This is the way of the cross, and this is the way of Christ. അതിൽ കുത്തി നോവിക്കുന്ന വേദനകളൊക്കെ ഉണ്ട്. There are pains and pangs that we experience. അതിൽ തുപ്പലും നിന്നയും പരിഹാസങ്ങളും ഒക്കെ ഉണ്ട്. There are people, he was spat on his face, and he was reproached. എന്നാൽ എന്നും കഷ്ടതയല്ല ദൈവമക്കളെ. But suffering is not for long. അതിനപ്പുറത്തൊരു ഉയർപ്പുണ്ട്. There is a resurrection. 1 പത്രോസ് 5:10 നാം ഇങ്ങനെയാ വായിക്കുന്നത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ വായിച്ചോ, നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. എന്തിനാ നമ്മെ വിളിച്ചിരിക്കുന്നത്? നിത്യ തേജസ്സിന് വേണ്ടി വിളിച്ചിരിക്കുക. And the God of all grace, who called you to his eternal glory in Christ, after you have suffered a little while, will himself restore you and make you strong, firm and steadfast. അല്പകാലത്തേക്കുള്ള കഷ്ടം, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. എന്നാൽ എന്നും അതല്ല, അതിനപ്പുറത്ത് ഒരു താരണവും ഒരു വിടുതലും ഒരു ഉയർപ്പും നിത്യ തേജസ്സോടുകൂടെ നിത്യ യുഗായുഗങ്ങൾ കർത്താവിനോടുകൂടെ വാഴുന്ന ദിവസങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. My prayer is that we live a life worthy of him, worthy of an eternity that he is calling us. May we be able to live a life accordingly. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മെ